മനസ്സിൻ ചിറകു നീർത്താമുയരെ മഴവിൽ മറവിൽ മറയാ സ്നേഹം തിരിയും തിങ്കൾ കാർന്നിടാലെ മൂടും നേരം കളയായി തിരിയെ വീണ്ടും വെൺകലയുള്ളിൽ തെളിയുന്നില്ലേ വിക്രമാദിത്യൻ വിക്രമാദിത്യൻ രാത്രി വലിച്ചു കയറ്റല്ലേ വലിച്ചു കയറ്റരുതെന്ന് എന്തെങ്കിലും വന്നാലേ ആശുപത്രി കൊണ്ടോ ഞാൻ മാത്രമേ ഉള്ളൂ. ബീഡി വലി ബീഡി വലി ബീഡി വലി എത്ര പറഞ്ഞാലും കേൾക്കാം. മുതുക്ക് കിളവൻ. ഹലോ ഹലോ അല്ല നിങ്ങൾ ആരാ? വേണ്ട ആരാ? വിക്രമാദിത്യൻ വേതാളം. കുറച്ച് ഞങ്ങളെ വാഴര മൂട്ടിക്കൊണ്ടിടുവോ? എന്തൊന്ന് ഈ വളം വളമല്ല, വേതാളം. വേതാളം ഓം ഇവിടെ കഥ പറയാൻ വന്നതാണ്. അയ്യോ ഇവിടെ അല്ല, കൊച്ചിയിൽ നല്ല ഡയറക്ടറുണ്ട്, ഡയറക്ടർമാര് അവരുടെ അടുത്തല്ലേ. അതെ അതെ, നിങ്ങൾ ഈ അമർചിത്ര കഥ എന്ന് കണ്ടിട്ടില്ലേ? ആ വേതാളം ഒരു കഥ പറയും. ആ കഥയുടെ അവസാനം വേതാളം എന്നോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നാം കൃത്യമായി ഉത്തരം കൊടുത്തില്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിക്കും. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു. എന്താ? തല പൊട്ടിത്തെറിച്ച് നീയൊക്കെ ചാകണം. പൊട്ടിത്തെറിക്കുന്ന നല്ലത്. ആ തല പൊട്ടിത്തെറിച്ചാലും നമുക്ക് ദ്രോഹമാണ്. എന്താ? വേറൊരു തല ഇപ്പുറത്തിരിക്കുകയല്ലേ? ഇതാ നമുക്ക് ചൂണ്ട കുറച്ച് വെട്ടുവാള കിട്ടാൻ കൊടുക്കാം. കൊടുക്കരുത്, അത് തിന്നാലും കക്കും. അത് അല്ല, ഈ രണ്ട് തലയും പൊട്ടിത്തെറിക്കുന്ന ചോദ്യം ഉണ്ടോ? ഇല്ലല്ലേ? അതാണ് വേണ്ടത് നമുക്കിപ്പോ. ആണോ? ഓ അല്ലയോ വിക്രമാദിത്യ താൻ വന്നത് കാഴ്ച ബംഗ്ലാവിലാണോ? അതെന്താ? അല്ല, പല സൈസിലുള്ള മൃഗങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അല്ല അവസരോചിതമായ ഹാസ്യം. ഈ കഥയിലൊക്കെ വായിക്കുന്ന വിക്രമാദിത്യനും വേതാളമാണത്. അമർചിത്ര കഥകളിലെ അതേ വിക്രമാദിത്യനും വേതാളവുമാണ് ഞങ്ങൾ. കറക്റ്റ് അതുപോലെ തന്നെ. കുട്ടിക്ക് കണ്ടാ മനസ്സിലാവൂലേ? ഞാൻ വിക്രമാദിത്യൻ, ഇത് വേതാളം. അല്ലാതെ ഞാൻ യൂണിയൻകാരനല്ല. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഇത് വേടാളോ? വേടാളോ? എനിക്ക് ഇതിന് വേതാളത്തിന്റെ ചെവി കണ്ടിട്ടേ ആ. റബ്ബറിന്റെ ഇല ഉണങ്ങിയിട്ട് പറ്റി പിടിച്ചിരിക്കണ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനല്ല. നമ്മളെ മാസം തികയാതെ പ്രസവിച്ച ആടില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ ഇതാണ് ഈ മറിയയുടെ അമ്മയുടെ ആട്ടുംകുട്ടി. ആ ഇതാണ് അതാണ്. അല്ലെ, പാട്ട് കിട്ടാതെ കൊണ്ട് അതിന്റെ വേഷം ചെയ്യാൻ വേണ്ടി വന്നേക്കാണോ? നിങ്ങൾ പരിഹസിക്കുന്നത് ഒരു രാജാവിനെയും ഒരു വേതാളത്തിനെയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതെ, ഈ രാജാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ബാഹുബലിയിലെ പ്രവാസം ഉണ്ടല്ലോ, ശരിക്കും ശിവലിംഗമായിട്ട് വന്ന പോലെ തോന്നുന്നുണ്ട് താങ്കളൊക്കെ. വേതാളം, നമ്മൾ വന്ന കാര്യം നമ്മൾ മറക്കുന്നു. എന്താണ്? കഥ പറഞ്ഞു തുടങ്ങണ്ടേ? എവിടെ ചെന്നാലും നമ്മൾ അവിടെ ഒരു കഥ പറയും. അതല്ലേ? അതെ. പറഞ്ഞു കൊടുക്കും ഒരു കഥ. ഒരു നാട്ടിൽ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകനെ പോലീസുകാരനാക്കണോ. പക്ഷെ മകൻ അതിന് തയ്യാറായില്ല. അച്ഛനെ ഒരു ഗുണ്ട അടിക്കുന്നത് കണ്ടപ്പോൾ ആ മകൻ ഗുണ്ടയെ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിയല്ല, കുത്തിയല്ലേ കൊന്നത്. അതെ, കിരീട സിനിമ ഞങ്ങൾ 10 തവണ കണ്ടിട്ടുണ്ട് കേട്ടാ. അതെ, ഡയറക്ടർ സിബി മലൈ. അല്ല, എവിടെ ചെന്നാലും കഥ പറയുന്നത് ഞാനാണ്. പക്ഷെ എന്നെ ഹെഡ് ചെയ്ത് രാജാവ് കയറി കഥ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കഥ പറയാം. ഇത് ഒരു ഫ്രഷ് കഥയാണ്. ആരും പറയാത്ത, ആരും കേൾക്കാത്ത ഒരു കഥയാണ്. വളരെ മനോഹരമായ തെങ്ങും പാടങ്ങളുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളരെ പാവപ്പെട്ട ദരിദ്രനായ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. അടിപൊളി. ഈ പഞ്ചായത്ത് മെമ്പറുടെ പേര് ഒബാമ എന്നാണ്. ഈ ഒബാമ ഒരു ദിവസം ഇങ്ങനെ മെറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോർജ് ബുഷ് ഹെലികോപ്റ്റർ ഒന്ന് ചോദിക്കും, എന്തൊക്കെ ഒബാമ വിശേഷം? സുഖം തന്നെ, മോളെ കല്യാണം കഴിഞ്ഞാൽ ഇത് എവിടെ അയച്ചത്? ഇത് ഒബാമയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒബാമ ചോദിക്കും, ആന്തര ചോദിച്ചാൽ അങ്ങനെ സംസാരിച്ച അതിന് നമ്മളൊരു കളിയാക്കിയതാണ്, നിനക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തോണ്ട് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പ്രശ്നമാകുന്നു. ആ സമയത്ത് എലിസബത്ത് മർഡോണയും പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറും കൂടെ കൂപ്പിൽ പണിയും കഴിഞ്ഞ് മറ്റേ ഇറാനി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും മുട്ടക്കറിയും അതല്ലേ അതിന്റെ ഫ്രണ്ടിലുള്ള മുറുക്കാൻ കടയെന്ന് ചില ചുണ്ണാമ്പ് മേടിച്ച് തേക്കുവാ സച്ചിൻ തെണ്ടുൽക്കർ. എന്താന്ന് വെച്ചാ പറയാ, എന്നെ അട്ട കടിച്ചു വന്നു. നിങ്ങൾ ഇതെങ്ങനെ കേട്ട് പറ. ഈ കഥ ഇവിടെ കേൾക്കാൻ ഈ പ്രപഞ്ചത്തില് പണ്ടുണ്ടായിരുന്ന ഒരു ദിനോസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് മാത്രം കേൾക്കാനുള്ള. ബാക്കിയുള്ള എന്റെ ദൈവമേ, പറയണ കഥ മൊത്തം പൊളിഞ്ഞോണ്ടിരിക്കട്ടോ. എങ്ങനെ പൊളിയായിരിക്കും? സാധാരണ ഞാൻ കഥ എന്ന് പറയുന്നത് മുതുകത്തേരിന്നല്ലേ പറയുന്നത്. മുതുകത്തേരിന്ന് പറയാത്തോണ്ടാ കഥ പൊളിയുന്നത്. എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എപ്പോഴും എന്റെ മുഖത്തേറിക്കുന്നത് എന്താ? KSRTC ഡിപ്പോയോ? അല്ല രാജാവ് എപ്പോഴും എന്തിനാ ഈ മുതുകത്ത് കയറ്റിയിരുന്നത്? എന്തിനാ മുഖത്ത് കയറ്റിയിരുത്ത? വേറൊന്നുമല്ല, തിരുവല്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ ഒരു ദിവസം കപ്പലിനെയും കുറിച്ച് ഇങ്ങനെ നടന്നു പോവുക. പോയപ്പോ കാണാൻ ഒരു 5 വയസ്സേ ഉള്ളൂ ഈ ഇരിക്കുന്നവൻ.
5 വയസ്സുള്ള ഒരു പയ്യൻ, അമ്മ വല്ലോം തരണേ വല്ലോം തരണേ. നിങ്ങളുടെ മുഖത്തൊക്കെ അമ്മാന്ന് വിളിച്ചോ? അവരുടെ ഒരു ശൈലി അങ്ങനല്ലേ, അമ്മ അല്ലെങ്കിൽ അച്ഛ വല്ലോം തായോ എന്ന് പറയോ പിന്നെ കാര്യം വഴി ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ എടുത്ത് ഒക്കെ തിരിച്ച് നടന്നു പോയപ്പോ നോക്കുന്ന എല്ലാവരും പപ്പായുടെ സ്വന്തം അപ്പൂസില മമ്മൂട്ടിയും കൊച്ചും കൂടെ പോണ കേട്ടോ ഒന്ന്. എങ്ങനെ? പപ്പായുടെ സ്വന്തം അപ്പൂസില മമ്മൂട്ടിയും മോനും പോണോ? പപ്പയുടെ സ്വന്തം അപ്പൂസല്ല, പപ്പയുടെ സ്വന്തം കക്കൂസ്. നേരല്ലേ ഇതൊക്കെ? അല്ല, ഇങ്ങനെ ഇരുത്താറോ നേരെ ഫ്രണ്ട് ഇരുത്തി കൂടായിരുന്നോ? അപ്പഴാ അതാകുമ്പോ കങ്കാരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കൊല്ലം പോകുമായിരുന്നു. അതെ 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 അതെ. താഴെ വെച്ചാ എറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. അത് അങ്ങനെയെങ്കിലും ഒന്ന് അരിച്ച് തീരട്ടെ അത്. അതെ, അന്ന് 5 വയസ്സ്, ഇന്ന് എത്ര വയസ്സാണെന്ന് പറഞ്ഞുകൂട്. ഇന്ന് 5 വയസ്സൂടെ ഒരു 5 കൂടെ കൂട്ടണം. 10 അല്ല 55. ഇറങ്ങണ കളവാ. എറങ്ങടാ കിളവ. ഞാൻ ഒക്കത്തിരുന്ന് ഒരു കഥയും കൂടെ പറയട്ടാ. ഏതാ? എനിക്ക് ഒക്കത്തിരുന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. നീ ഒക്കത്തിരിക്കണ്ട, ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. പറ. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇതും ഫ്രഷ് ആണ്. അതായത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണ്. വെറൈറ്റി. വളരെ മനോഹരമായ ഒരു പുഴക്കര. പുഴക്കരയാടാ. പുഴക്കര. ഈ പുഴയിലെ രാജാവേ, അല്ല ഇതെന്തിന്റെ ശബ്ദം? അവനെ പന്നിയിറച്ചി എന്നിട്ട് കൈ നക്കുവാ. ഞാൻ വലിയ വാള് വയ്ക്കാനിരിക്കുന്നു. പുഴക്കര. അപ്പൊ ഈ പുഴയെ കൂടെ നായകനും നായിക കൂടെ വള്ളത്തിൽ ഇങ്ങനെ പോകുക. വള്ളത്തിൽ അങ്ങനെ ഈ നായകനും നായിക കൂടെ ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് പിന്നെ കഥ പൊളിയുന്നത്. ഞാൻ എന്തെങ്കിലും കഥ പറഞ്ഞു കഴിക്കുന്നത് ബില്ലപ്പ് ചെയ്യാൻ വേണ്ടി ഓരോരോ സംഭവങ്ങൾ എടുത്തിടും. കഥ പറഞ്ഞു പറ്റേ. ഈ നായകൻ നായകയുടെ വള്ളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുഴയുടെ നടുക്ക് ഒരു പവിഴപ്പുറ്റ്. പുഴയുടെ നടുക്കാണോ? പുഴയുടെ നടുക്ക് ഒരു പവിഴപ്പുഴ. പുഴയുടെ നടുക്കല്ല, ലുലുമാളിന്റെ 3ാമത്തെ നിലയിലെ പവിഴപ്പുറ്റ്. അവിടെയാണോ? കേട്ടാ? അയ്യോ അയ്യ. ഈ പവിഴപ്പുറ്റിൽ ചെന്ന് വള്ളം ഇടിച്ചിട്ട് ഈ വള്ളത്തിലുള്ള നായകനും നായികയും വെള്ളത്തിലോട്ട് മറിയുന്ന സമയത്ത് നായകൻ വെള്ളത്തിൽ ഇങ്ങനെ താന്നു പോകും. ഈ താന്നു പോകുന്ന സമയത്ത് നായിക ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് കം ബാക്ക് ഇങ്ങനെ വിളിക്കുന്നു. ഞാൻ ഉത്തരം പറയാൻ മുട്ടും. അയ്യോ, ഞാൻ ഉത്തരം പറയാൻ ഞാൻ പാടുപെടും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ നായകന് ഒരു എതിരാളി ഉണ്ട്. അത് ഈ പെണ്ണിന്റെ മുറച്ചെടുക്കാൻ. ഈ മുറച്ചെടുക്കാൻ ഈ പെണ്ണിനെ തിരക്കി ഇവരെ തിരക്കി ഇങ്ങനെ നടക്കുന്നു. ഈ വള്ളം ഇങ്ങനെ അങ്ങനെ പോകും. തമിഴ്നാട്ടിലുള്ള പുറമേക്കുന്ന ആളാണ്. ഉഗ്ര കഥ. ഫ്രഷ് കഥയാണ്. ശരി, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലേ? ഇറങ്ങിയിരുന്ന കാലത്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അല്ല, ഈ ബുക്ക് എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഒരാൾ ഇത് മോട്ടിച്ചോണ്ട് പോയി അമേരിക്കയിലുള്ള അല്ലേ, അയാൾ ഇതുപോലത്തെ ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. ജെയിംസ് കാമറൂൺ. ജെയിംസ് വട്ടപ്പുറത്ത് ജെയിംസ്. അവനിത് തന്നെ പരിപാടി. ജെയിംസ് അതായത് എന്താണെന്നറിയാമോ? കാരണം ഞാൻ ഇപ്പൊ പറയുന്ന കഥകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്. ഇവിടെ ചെയ്യുന്ന മിക്ക ഫിലിംസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഥയാണ്. അല്ലെ, അപ്പൊ ജെയിംസിനെ അറിയാം. പിന്നെ ജെയിംസ് അപ്പൊ അനിയൻ കാമറൂണിനെ അറിയായിരിക്കുമല്ലോ. എന്റെ ചേട്ടൻ കാമറൂണ്, മരിച്ചിനി കച്ചവടം നടത്തുന്ന കാമറൂണ്. പിന്നെ കാമറൂൺ ആരാണെന്നറിയാമോ? അറിഞ്ഞൂടെ? വനജയുടെ ഭർത്താവ് കാമറൂണ്. അത് പറ. ഈ കാമറൂണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു ദിവസം ആ വെമ്പായത്ത് കല്യാണത്തിന് വന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്ന സമയത്ത് ക്യൂ അങ്ങനെ എന്റെ മാമൻ ക്രിസ്റ്റഫർ പിടിച്ച് തള്ളി നീന്തി അങ്ങ് പോയി. എന്ത് കാമറൂണേടാ ഈ കളവന്മാരുടെ അടുത്തൊന്നും കഥ പറഞ്ഞിട്ട് കാര്യം. നീ വല്ല കൊച്ചു പിള്ളേരടുത്തും പറ. ഞാൻ ഫസ്റ്റില് വന്ന ആ ഒരു സെറ്റപ്പില് ഓടി അടുത്തെങ്കിലും ചെന്ന സമയത്ത് ആ പച്ച ഫ്രോക്കറ്റ് കൊച്ചേ പേടിച്ച്. കൊച്ചു മാത്രമല്ല പേടിച്ച്, നോക്കി കൊഞ്ചനം കാണിക്കണത് എല്ലാരും പേടിച്ചിരിക്കില്ല. അല്ല, ഈ ചെവി എന്താ ഇങ്ങനെ? ഈ ചെവി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേതാളത്തിന് വേണമല്ലോ ചെവി. അങ്ങനെ ഒരു സെറ്റപ്പിന് വേണ്ടി. ഇരിക്കുന്നത് എന്താണ് അത് അറിയത്തില്ല. എങ്ങനെ ഇത് റേഞ്ച് പിടിക്കാൻ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഇത് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരും ഇങ്ങനെ. അതിനുവേണ്ടി നല്ല സ്പീഡിൽ ഓടുന്ന സമയത്ത് ചെവി ഇങ്ങനെ വെക്കും. എന്നിട്ട് പുള്ളി ഓടും, കാറ്റ് പിടിച്ചുകൊണ്ട് പറന്ന. അതേപോലെ രാജാവ് ഈ വാള് കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. വാളെടുത്ത് വീശാറുന്നു. അതെ, വാളല്ല വീശാറ്. വൈകുന്നേരങ്ങളിൽ ഒരു പൈന്റ് വൈസ്. ഇവിടെ അടുത്ത ആല വല്ലതും ഉണ്ടോ? നല്ല തുരുമ്പിച്ചിരിക്കണേ ഇത്. വാളെടുത്ത് വീശാറിയാന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ പണങ്ങി പോകില്ല. പിന്നെയാണ് അതെ നമ്മൾ എല്ലാവർക്കും കിഡ്നിയിലൊക്കെയാണ് കല്ല്. എനിക്ക് അരക്ക് ചുറ്റും കല്ല.
നിങ്ങൾ നേരത്തെ ഒരാളെ എന്റെ ചോദിക്കല്ലേ ഞാൻ വേദാളം എന്ന് പറഞ്ഞപ്പോ കുമ്മായത്തിൽ വീണ കുറുക്കനാണ് എന്റെ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ട് നിങ്ങളെ രണ്ടുപേരെ കാണുമ്പോഴും വേതാളം കണക്കിരിക്കും. സത്യം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ വരാൻ അങ്ങനെയാണ് ഇപ്പൊ തോന്നണം. പക്ഷെ നിങ്ങൾക്ക് രാജാവ് ചെയ്യായിരുന്നു. ഇവിടെ പറ, ഇങ്ങോട്ട് പറ, ഇങ്ങോട്ട് പറ, എന്താ ഇങ്ങോട്ട് പറ. ഈ പുള്ളിക്ക് ചെയ്യായിരുന്നു രാജാവ്. ഞാൻ പറഞ്ഞില്ലേ വാ. അല്ല ഒന്നോർത്താലേ വേതാളം പുള്ളി തന്നെ ആവുന്നതാണ് നല്ലത്. അല്ല ഈ തോളത്ത് കൊണ്ടുപോണ്ടേ. അല്ല ഉദാഹരണത്തിന് ഈ രാജാവിന് നോബിയാണ് വേതാളമെങ്കിൽ രാജാവ് യൂബർ വിളിച്ച് നടക്കേണ്ടി വരും. ബോധനത്തില്ല. ഞാനും അത് തന്നെ ഇപ്പൊ ഇന്ന് ആലോചിച്ചത്. അവനെങ്ങാണോ ആയിരുന്നു വേതാളമെങ്കിൽ ഞാൻ എന്നായി തന്നെ. ഞാൻ രാജാവാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈയടി നോക്ക്. പോടാ. രാജാവിനെ തല്ലരുത്, രാജാവിനെ തല്ലരുത്. നിങ്ങളിപ്പോ കഥ പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം പുള്ളി പറയൂലേ? അത് നിങ്ങൾ നേരത്തെ വന്നപ്പോ പറഞ്ഞല്ലോ. അതാണ് നമ്മളെ സ്പെഷ്യൽ. അത് ഞങ്ങൾ പറഞ്ഞില്ല. അത് എന്താണ് സംഭവം? അയ്യോ എന്റെ തലപ്പ് പൊട്ടിത്തെറിക്കേ. നല്ല ചോദ്യം ചോദിക്കണേ. ഞാൻ ചോദിക്കുന്ന ചോദ്യം തെറ്റാണെന്നുണ്ടെങ്കിൽ തല പൊട്ടിത്തെറിക്കും. തല പൊട്ടിത്തെറിക്കും. ഞാൻ ഇപ്പൊ ചോദിക്കാം. ഏറ്റവും നല്ല ഫ്ലവേഴ്സിലെ ഏറ്റവും നല്ല പരിപാടിയാണല്ലോ സ്റ്റാർ മാജിക്. അതെ. ആണ്. ഈ സ്റ്റാർ മാജിക്കിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആരാണ്? ഇപ്പൊ പൊട്ടിത്തെറിക്കും, ഇപ്പൊ പൊട്ടിത്തെറിക്കും, ഇപ്പൊ പൊട്ടിത്തെറിക്കും, ഇപ്പൊ പൊട്ടിത്തെറിക്കും. അയ്യോ തല വാരിക്കെട്ടാൻ കുട്ടയെടുത്ത് അയ്യോ 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 രക്ഷിക്കണേ. അയ്യോ അയ്യോ എന്തോ പോലിരിക്കണേ. പറ 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 പറ. എന്റെ കൃഷ്ണമണീനെ അവനെ കണ്ടു. നീ തന്നെയാണോ അത് പേടിക്കലേ? അയ്യോ എനിക്ക് പറ. ഇപ്പൊ പൊട്ടിത്തെറിക്കും. കിട്ടി. കൊല്ലം സുധി. കൊല്ലത്താരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാണ്. കൊല്ലം പൊട്ടിത്തെറിച്ചാന്ന് നോക്കിയാണ്. അല്ല അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പറഞ്ഞില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും. കിടുക. സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ചളിയടിക്കുന്ന ആരാണ്? ഇപ്പൊ പൊട്ടിത്തെറിക്കും. ചാക്കെടുത്തോ തല വാരിക്കെട്ടാൻ ചാക്കെടുത്തോ. ഏറ്റവും കൂടുതൽ ചളിക്കോമഡി അടിക്കുന്നവനല്ലേ ഈ ചോദ്യം ചോദിച്ചത്? ആരാളിയാ? സംഭവം ഈ ചളി കോമഡി അടിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ ശിക്ഷ കൊടുക്കുന്നത്. അതെ ചങ്ങല വരാറില്ല. എങ്ങനെ കേലം വിഷ്ണു ചങ്ങല വരേണ്ടതാണുള്ളത് അല്ലേ ന്യൂഡൽഹിയില്. എന്തൊക്കെയാണ് നിന്നെ പറയണ? ഞാൻ സൂപ്പറാ. പക്ഷേ കുറിച്ച് എല്ലാം പറഞ്ഞ അല്ല നിങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ തോന്നുന്നില്ല. അതെന്താടാ? എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പുരാണ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാറ്റാണ്. ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കോപ്രായങ്ങളും കാണിച്ചു വരും. ഇപ്പൊ ഇങ്ങനെ എന്തായാലും കഷ്ടപ്പെട്ടവർ വന്ന് ഇനി ഇതിന്റെ ക്ലൈമാക്സ് പറ. എന്നാ ഞങ്ങൾ പോട്ടെ. അതാണ് ക്ലൈമാക്സ് ഇവിടെ ക്ലൈമാക്സ്. ആരാണ്? നിങ്ങൾ തന്നെയാണ് ക്യാരക്ടർ ചെയ്യാറുള്ളതും നിങ്ങൾ തന്നെയാണ് ക്ലൈമാക്സ് ചെയ്യാറുള്ളതും. ഇതിപ്പോ തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീർന്നു തോന്നണില്ലല്ലോ. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ചെയ്യാൻ പോണത്. അതിനുള്ള ഒരു അവകാശം റൈറ്റ് ഞങ്ങൾക്ക് തരണം. അത് മതി. ക്ലൈമാക്സ് മതി. ക്ലൈമാക്സ് ഉണ്ടായാ മതി. ആ ഒരു ചാനലിന്റെ ഇതിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു രണ്ടുപേരും കൂടി എടുക്കാൻ പറയണം. അല്ലെങ്കിൽ ഇവർ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും നിങ്ങൾ ഇത്രയും ഡെഡിക്കേഷനോട് കൂടി ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഇത് ചെയ്തല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഉപഹാരം. വലിയതല്ലാണെങ്കിൽ എന്റെ തലയെ വെച്ച് തരണേ. 4 പേര് സൂക്കി. വളരെ സന്തോഷം. എന്റെ വേതാളം നല്ലതാകൊണ്ട് നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് വരുന്നു. എന്റെ വിക്രമാദിത്യം നല്ലതായതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് വരുന്നതിൽ ഒരുപാട് സന്തോഷം. വാങ്ങാൻ ഞങ്ങള് 2020 ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു. 2020 ആദ്യത്തെ ആഴ്ച തന്നെ ഈ ഗിഫ്റ്റ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. സുമാർ വേണോ? തലയെടുത്ത് വെച്ചാൽ ഭാരം കിട്ടുമോ? വണ്ടിയിലല്ലോ വന്നിട്ടില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലേ? ചില സമ്മാനങ്ങൾ നമ്മൾ കണ്ണടച്ച് തന്നെ വാങ്ങണം. സർപ്രൈസ്. സത്യം. കൈ നോക്കട്ടാ. ഇത് കൈനോട്ടക്കാര് ഇത് കൈ നോക്കണമെങ്കിൽ പൗഡർ ഇടേണ്ടി. ഈക്വലായിട്ട് എടുക്കണം. കൂടുതലുണ്ടെങ്കിൽ എനിക്ക് തരണം. അറിയാലോ എന്റെ പൈസക്ക് ഡ്രസ് എടുത്ത് എടുത്തേക്കുന്നത്. ബിസ്ക്കറ്റാ എന്ത് നിനക്ക് വേണോ? ഓക്കെ. അപ്പൊ കിഴക്കോട്ട് നോക്കി നിന്ന് കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ഇനി ഈ വർഷം മുഴുവൻ ഇങ്ങനെ സമ്മാനങ്ങൾ എന്നെ തേടി എത്തണേ. 2020 ഇപ്പൊ കിട്ടുന്നത് ആയിരിക്കണം എനിക്ക്. 2020 എന്നും എനിക്ക് 2020 എനിക്കെന്നും തരണേ ദൈവം. ഇപ്പൊ കിട്ടണത് ഈ വർഷം മൊത്തം കിട്ടണേ കാലത്ത് തന്നെ തരണേ. തന്നകട്ടെ. അവന് മാത്രം കൊടുക്കല്ലേ, എനിക്ക് തായോ. സൂപ്പർ സമ്മാനം. ആദ്യം ഒരു മധുരം തരും. അതിന് ശേഷമാണ് അവര് തരുന്നത്. വാങ്ങിച്ചോ. എനിക്ക് തരണ്ട കേട്ടാ. തായോ തായോ തങ്കത്താ കൊണ്ട് പോലെ.
സഭാഷാണ് ഒരു സഭാഷ ഒരെണ്ണം പിടിച്ചോ. 2020 ഈ സൈസ് കോമഡി ആയിട്ട് വന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യണതറിയാമോ? ഞങ്ങൾ ചമ്മി പോടാ. ചമ്മി സ്ഥിതിക്ക് ഒന്നാളെ ചത്തുകളയും ഞങ്ങൾ